Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ആംബുലൻസ് എവിടെ വരെ എടുത്തേ? ആംബുലൻസ് സർവീസ് പാസീവ് വിഷ്വൽ വാർണിംഗ് എടുത്തില്ലേ? ആക്റ്റീവ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഇല്ല അല്ലെ? ഓക്കെ, ആക്റ്റീവ് വാർണിംഗ് അല്ലേ എടുക്കേണ്ടത്? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് തുടങ്ങിയല്ലേ? മിസ്സ ബാറ്റൻബർഗ് മാർക്കിങ്സ് ഒന്നും കൂടി പറയോ? അത് വലിയ ക്ലിയർ ആയില്ല. ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എത്തിയുള്ളൂ. നോക്കിയേ നിങ്ങള് ആ ഒരു പിക്ചർ തന്നെ കണ്ടോ? അതായത് രണ്ട് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പാറ്റേൺ പോലെ എന്ത് ചെയ്യുന്നു, ആ ഒരു ആംബുലൻസിന് മുകളിലായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓൾഡർ ആംബുലൻസിലാണെങ്കിൽ അത് ജസ്റ്റ് പെയിന്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ പുതിയ രീതിയിൽ മോഡേൺ ആയിട്ടുള്ള ആംബുലൻസുകൾ ആ വാഹനത്തിന്റെ പുറത്തില് ഇങ്ങനെയുള്ള പെയിന്റ് ചെയ്യാൻ മാത്രമല്ല, ആ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെയിന്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളിൽ നിന്ന്, രാത്രി കാലങ്ങളിലൊക്കെ ഓപ്പോസിറ്റിൽ നിന്ന് വാഹനങ്ങളിൽ നിന്ന് ഹെഡ്ലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ടോർച്ചുകളിൽ നിന്നൊക്കെ ലൈറ്റ് വന്ന് ഈ ഒരു പെയിന്റിൽ പതിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് ദൂരെ നിന്നാണെങ്കിലും ഈ ഒരു ആംബുലൻസ് വരുന്നുണ്ടെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള രീതിയിലാണ് മോഡേൺ ആംബുലൻസിൽ ഈ പാറ്റേണുകൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ എന്താണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? റെഡും വൈറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കളറുകള്, അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള രണ്ട് കളറുകൾ മിക്സ് ചെയ്ത് ഒരു പാറ്റേൺ പോലെ പെയിന്റ് ചെയ്ത് വെക്കുന്നതിനെയാണ്, ആ ഒരു പെയിന്റിങ്ങിനെയാണ് നമ്മൾ ആ ഒരു ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് പാസീവ് വിഷ്വൽ വാർണിംഗ് നമ്മൾ പറഞ്ഞു. പാസീവ് വിഷ്വൽ വാർണിംഗിൽ എന്തൊക്കെ വരാം? ഏതൊക്കെയാ വരുന്നത്? ഈ മാർക്കിംഗ് അല്ലെ, ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്ന നിങ്ങളുടെ വാഹനങ്ങളുടെ ചുറ്റും അല്ലെങ്കിൽ സൈഡിലൊക്കെ, രണ്ട് സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള മാർക്കിങ്സ് പാറ്റേൺ പോലെ? അതായത് ഹൈലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രണ്ട് കളറുകൾ, കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള രണ്ട് കളറുകൾ യൂസ് ചെയ്തിട്ട് എന്താണ്, ഒന്നുകിൽ യെല്ലോ ഗ്രീനോ അല്ലെങ്കിൽ വൈറ്റ് റെഡ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിലുള്ള കളറുകളാണ് കൂടുതലും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കളറുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ആംബുലൻസിന് ചുറ്റും നമ്മൾ ആ ഒരു ആംബുലൻസ് എഴുതിയിട്ട് ആ പാറ്റേൺ പോലെ, അതായത് ഒന്നിടവിട്ട് ഓരോ രണ്ട് കളറും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ എന്ത് ചെയ്ത് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് പുതിയ ആംബുലൻസുകളാണെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും, പ്രതിഫലിപ്പിക്കുന്നത്. അതായത് ലൈറ്റ് വന്ന് അടിക്കുമ്പോൾ കുറച്ചുകൂടി തിളങ്ങി നമുക്കത് കാണാനായിട്ട് പറ്റും. അത് രാത്രി കാലങ്ങളിലാണ് കൂടുതലും അത് പ്രയോജനപ്രദമാകുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഒരു ആംബുലൻസ് ദൂരെ നിന്ന് വരുന്നെങ്കിൽ പോലും ആ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളിൽ നിന്നുള്ള ലൈറ്റ് അടിക്കുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വാഹനത്തിന് ഒരു ആംബുലൻസ് ആണ് വരുന്നത് എന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു വിഷ്വൽ വാർണിംഗ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? എന്താ പാസീവ് വിഷ്വൽ വാർണിംഗ്? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞേ ആ ഒരു വേർഡ് എന്ന് പറയുന്ന അല്ലെ, ആംബുലൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ, ആ വേർഡ് നമ്മൾ എപ്പോഴും റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുക എന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രണ്ടിലൂടെ പോകുന്ന വാഹനങ്ങൾ അതിന്റെ മിററിലൂടെ നോക്കുന്ന സമയത്ത് ആംബുലൻസ് എന്ന് ക്ലിയർ ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ് അത് നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയോ? തേർഡ് വൺ ആണ് പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള സിംബലുകൾ. അതിലേതെങ്കിലും സിംബലുകൾ ആംബുലൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താണ് സിംബൽ ആണ് എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഒരു സിംബൽ ആണെന്നുള്ളത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള 3 ടൈപ്പ്, അതായത് സിംബലുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ബാറ്റൻബർഗ് മാർക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആ വേർഡ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് നേരെ റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നു. അതാണ് 3 എണ്ണമാണ് പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത്. ക്ലിയർ ആയോ? പാസീവ് വിഷ്വൽ വാർണിംഗ് ക്ലിയർ ആയോ? ഓക്കെ, ഉമ്മയെ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു വെച്ചു തോന്നുന്നു അല്ലെ, ജനറൽ ആയിട്ടൊന്നും ജസ്റ്റ് പറഞ്ഞില്ലേ. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ എന്താ വരിക എന്ന് പറഞ്ഞേ?
എന്തായിരിക്കും? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ എന്താ വരുന്നത്? ഫ്ലാഷിംഗ് ലൈറ്റുകൾ അല്ലെ, മിന്നുന്ന ലൈറ്റുകളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? മിന്നി മിന്നി കത്തുന്ന ലൈറ്റുകൾ ആംബുലൻസിൽ പോകുന്ന സമയത്ത്. അപ്പൊ സൈറനുകളും ഉണ്ട് അതോടൊപ്പം തന്നെ. ലൈറ്റ് കത്തുന്ന സമയത്ത് നമുക്ക് സൈറൻ കേൾക്കാൻ പറ്റില്ല, സൗണ്ട് കേൾക്കാൻ പറ്റില്ലേ? അത് ഓഡിബിൾ വാർണിംഗിൽ വരുന്നതാണ്. എന്നാൽ ആ ലൈറ്റ് നമ്മുടെ ഇതിൽ വരുന്നതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. നോക്കിയേ, യൂഷ്വലി ദ വിഷ്വൽ സിഗ്നൽസ് ഫോർ ദ ടാസ്ക് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റുകൾ അല്ലെ, മിന്നി മിന്നി കത്തുന്ന ലൈറ്റുകളാണ് കൂടുതലും ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത്. These flash in order to attract the attention of the other road users as the ambulance approaches, or to provide warning to motorists approaching a stopped ambulance in a dangerous position on the road. അപ്പൊ ഇവിടെ ആ ഒരു ഫ്ലാഷ് അല്ലെങ്കിൽ ആ ഒരു മിന്നി മിന്നി കത്തുന്ന ആ ഒരു ലൈറ്റ് ഇട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ആംബുലൻസ്, അതായത് റോഡ് യൂസ് ചെയ്യുന്ന മറ്റു വാഹനങ്ങൾ പോകുന്നുണ്ടാവുമല്ലോ റോഡിലൂടെ. അപ്പൊ ആ റോഡ് യൂസ് ചെയ്യുന്ന മറ്റാളുകൾക്ക് നിന്ന് ഒരു അറ്റൻഷൻ, ഒരു ശ്രദ്ധ, അവർക്ക് ഈ ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ളൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആംബുലൻസ് ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഇട്ടിട്ടുള്ളത്. Or to provide warning to motorists approaching a stopped ambulance in a dangerous position on the road. അത് കൂടാതെ ഒരു എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ട് ഒരു ആംബുലൻസ് എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷനിൽ ഒരു റോഡിൽ ആംബുലൻസ് കിടക്കുകയാണ്. നോർമൽ കിടക്കേണ്ട പൊസിഷൻസ് ഉണ്ടല്ലോ, അതല്ലാതെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അപകട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ എന്തെങ്കിലും എന്താണ് നോർമലി കിടക്കുന്ന രീതിയിലല്ലാതെ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് പൊസിഷനിൽ ഈ ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും അവിടെ വരുന്ന ആ മോട്ടോറിസ്റ്റ്, മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാർണിംഗ്സ്, ആക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗ് ആയിട്ടുള്ള ഈ ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഇടുന്നത്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു ആംബുലൻസ് ആണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ആംബുലൻസിന്റെ പൊസിഷൻ വേറെ ആയിട്ടാണല്ലോ കിടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഇന്ന ആംബുലൻസ് ഉണ്ടല്ലോ എന്നൊക്കെ വരുന്ന വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാവാൻ പറ്റും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലാഷിംഗ് ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിൽ ഉപയോഗിക്കുന്ന ചില കോമൺ കളറുകൾ ഉണ്ട്. നോക്കിയേ, common colors for ambulance warning beacons are blue, red, amber and white, clear white. അതായത് കോമൺ കളറുകൾ ഈ ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, ആ മിന്നുന്ന ആ ഒരു ഇതാണ് വാർണിംഗ് ബീക്കൺസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു വാർണിംഗ് മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ലൈറ്റുകളില് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളറുകളാണ് ബ്ലൂ ഉണ്ടാവും, റെഡ് ഉണ്ടാവും, ആംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രൗണിഷ് യെല്ലോ കളറാണ് ആ ആംബർ കളർ. അതുപോലെ തന്നെ വൈറ്റ്, ക്ലിയർ വൈറ്റ് കളർ ഒക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളറുകൾ എന്ന് പറയുന്നത്. ലൈറ്റിന് വേണ്ടിയിട്ട്, അതിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന ആ ലൈറ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കളറുകളാണ് കോമൺ കളറുകൾ. നെക്സ്റ്റ് നോക്കി, however the colors may differ by country. ഈ കളറുകൾ ഓരോ കൺട്രി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ there are several technologies presently used to achieve the flashing effect. ഇപ്പൊ നമുക്കറിയാം മുൻപ് കാലങ്ങളിലേക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ, ഒത്തിരി ടെക്നോളജീസ് ഒക്കെ പുതിയതായിട്ട് വന്ന സമയം കൊണ്ട് തന്നെ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ പുതിയ പുതിയ തരത്തിലുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. These include flashing a light bulb or LED ബൾബുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലോജൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആംബുലൻസിന് മുകളിലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന ബൾബുകൾ കണ്ടിട്ടില്ലേ? നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന ബൾബുകൾ, റൊട്ടേറ്റ് ചെയ്ത് കറങ്ങുന്ന ബൾബുകൾ കണ്ടിട്ടില്ലേ? അതാണ് റൊട്ടേറ്റിംഗ് ഹാലോജൻ ബൾബുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താന്ന് നോക്കിയേ, സ്ട്രോബ് ലൈറ്റ് വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻഡസെന്റ് ലൈറ്റ്. ഇൻകാൻഡസെന്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ മിന്നുന്ന അല്ലെങ്കിൽ തിളങ്ങുന്ന ലൈറ്റുകൾ, അതിനും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള സ്ട്രോബ് ലൈറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ സ്ട്രോബ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു കറങ്ങുന്ന ലൈറ്റ് അല്ല, അത് കൂടാതെ അതിന്റെ ഈ ഒരു ആംബുലൻസിന്റെ സൈഡിൽ ആ ഒരു കോർണറുകളിലായിട്ട് ചുറ്റും ആ ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ചെറിയ രീതിയിലുള്ള ലൈറ്റുകൾ കണ്ടിട്ടുണ്ടോ നമ്മള്? രാത്രിയൊക്കെ നമ്മൾ ഫുള്ളും ആ ഒരു ആംബുലൻസ് ഫുള്ളും ഒരു ലൈറ്റ് ഉണ്ടാവുമല്ലോ, അതിന് മുകൾ ഭാഗത്ത് ആ ഒരു 4 കോർണറിൽ ആ സ്ക്വയർ പോലെ ഇരിക്കുന്ന ഭാഗങ്ങളില് സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ലൈറ്റുകൾ, ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റുകൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ കറങ്ങുന്ന ലൈറ്റ് കൂടാതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാത്രി കാലങ്ങളിലൊക്കെ ആംബുലൻസ് പോകുമ്പോ?
അതിനെയാണ് സ്ട്രോബ് ലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ നോർമൽ ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റുകളായിരിക്കും അല്ലെ. അപ്പൊ അതുപോലുള്ള സ്ട്രോബ് ലൈറ്റുകള് അല്ലെങ്കിൽ കറങ്ങുന്ന ഹാലോജൻ ലൈറ്റുകള് അല്ലെങ്കിൽ LED ലൈറ്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ആംബുലൻസിൽ ഈ ഫ്ലാഷിംഗ് ലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള മിന്നിത്തിളങ്ങുന്ന ഇങ്ങനെ ലൈറ്റുകൾ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ആംബുലൻസ് വരുന്ന സമയത്ത് ആംബുലൻസ് അവിടെ എത്താറായി എന്നുള്ളത് മറ്റ് റോഡ് യൂസ് ചെയ്യുന്ന വാഹനം ഓടിക്കുന്ന ഉടമകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ കണ്ടാൽ മാത്രമല്ലേ നമുക്ക് അതിനനുസരിച്ചുള്ള വഴിയും കാര്യങ്ങളും അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ദൂരെ നിന്ന് നോക്കിയാൽ പോലും ഈ ലൈറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു ആംബുലൻസ് ആണ് വരുന്നത്. ഒരു വാർണിംഗ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്ലാഷിംഗ് ലൈറ്റുകൾ, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗുകൾ എന്ന് പറയുന്നത്. So as to increase safety, അല്ലെ, ഇത് നമ്മുടെ സുരക്ഷിതത്വം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. It is the best practice to have 360-degree coverage with the active warnings, enhancing the chance of the vehicle being seen from all sides. ഈ ഒരു ലൈറ്റ് കൊടുക്കുന്ന എന്തിനു വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് മാത്രം നമുക്ക് നോക്കിയാലാണോ ഈ ലൈറ്റ് കാണാൻ പറ്റുക? നമ്മളിപ്പോ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ മാത്രമേ ഈ ആംബുലൻസിന്റെ ലൈറ്റ് കാണാൻ പറ്റുള്ളൂ. എങ്ങനെയാ അത്? എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഒരു ആംബുലൻസിന്റെ വാഹനത്തിലെ ലൈറ്റിംഗ് കാണാൻ പറ്റില്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 360-degree കവറേജ്, അതായത് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ ആംബുലൻസിന്റെ കൃത്യമായിട്ട് ഈ ഒരു ലൈറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു വാർണിംഗ്സ് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആംബുലൻസ് വരുമ്പോ ക്ലിയർ ആയിട്ട് ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമ്മൾ ഒരു ആംബുലൻസ് ആണത് വരുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കണക്കാക്കിയുള്ള, അതായത് നമ്മുടെ സുരക്ഷിതത്വം കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടും ആ ആംബുലൻസിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു 360-degree കവറേജില് എല്ലാ ഭാഗത്തു നിന്നും കാണാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗുകൾ കൊടുത്തിരിക്കുന്നത്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ പ്രധാനമായിട്ടും എന്തിനെ പറ്റിയാ പറയുന്നത്? ഫ്ലാഷിംഗ് ലൈറ്റുകളെ പറ്റിയാണ്. അത് നമ്മുടെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്ന് റൊട്ടേറ്റിംഗ് ടൈപ്പ് ഉണ്ട്, LED ടൈപ്പ് ഉണ്ട്, കുറച്ചും കൂടി തിളങ്ങുന്ന രീതിയിലുള്ള സ്ട്രോബ് ലൈറ്റുകളൊക്കെ ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ആംബുലൻസിൽ ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നത്. അതൊരു ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആണ്. അതിന്റെ ആ കളേഴ്സ് എങ്ങനെയായിരിക്കും? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളറുകൾ ബ്ലൂ, റെഡ്, ആംബർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറാണ്. അതുപോലെ ക്ലിയർ വൈറ്റ് ആയിട്ടുള്ള കളറുകളും യൂസ് ചെയ്യുന്നത്. അത് ഓരോ കൺട്രി അനുസരിച്ച് ഈ കളറുകളിൽ വ്യത്യാസം വരാം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കളറുകളാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആയോ? അത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഓഡിബിൾ വാർണിംഗ്. ഓഡിബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഏതാ ഇതിൽ വരിക? ഓഡിബിൾ വാർണിംഗിൽ ഏതാ വരുന്നേ? ഓഡിബിൾ വാർണിംഗില് സൗണ്ട് അല്ലെ, സൈറനുകൾ കേട്ടിട്ടില്ലേ? നമ്മൾ ആ ഒരു ആംബുലൻസ് വരുമ്പോ തന്നെ നമ്മൾ ആദ്യം സൈറനല്ലേ കേൾക്കുന്നത്. അതായത് ആംബുലൻസ് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല, പക്ഷെ സൗണ്ട് നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ടാവും അല്ലെ. അതാണ് ഓഡിബിൾ വാർണിംഗിൽ വരുന്നത്. അപ്പൊ ഓരോ വാർണിംഗിലും വരുന്ന ഏത് ഐറ്റം ആണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ പാസീവ് വിഷ്വൽ വാർണിംഗിൽ ഏതൊക്കെയാ വന്നത്? പാസീവ് വിഷ്വൽ വാർണിംഗിൽ ഏതൊക്കെയാ വന്നേ ഒന്ന് പറഞ്ഞേ. പാസീവ് വിഷ്വൽ വാർണിംഗില് മറന്നുപോയോ? പാസീവ് വിഷ്വൽ വാർണിംഗിൽ ഏതൊക്കെയാ വന്നേ? പാറ്റേൺ അല്ലെ. അതെ, പാറ്റേണുകൾ വരുന്നുണ്ട്. അതുപോലെ ഏതാ വരുന്നേ? കളറിന്റെ പാറ്റേൺ അത് ഒരുമിച്ച് വരാലോ. അപ്പൊ പാറ്റേണുകൾ വരുന്നുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് പറഞ്ഞ ഏതാ നമ്മള്? വേറെ ഏതാ പറഞ്ഞേ? എന്താ? അതെ, സിംബലുകൾ അല്ലെ. സിംബൽസ് യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞില്ലേ, സിംബലുകൾ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർ ഓഫ് ലൈഫോ റെഡ് ക്രോസോ അതുപോലെ ക്രസന്റോ പോലെയുള്ള സിംബലുകൾ, അത് രണ്ടാമതായിട്ട് പറഞ്ഞത്. മൂന്നാമതായിട്ട് പറഞ്ഞ ഏതാ പറഞ്ഞത്? മറന്നുപോയോ? വേർഡ്. ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് അല്ലെ. വെരി ഗുഡ്. ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ്, അത് മൂന്നുമാണ് പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ അത് വെച്ച് ബേസ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക്
അറിയാൻ പറ്റുമല്ലോ. അപ്പൊ 3 എണ്ണമാണ്. പാസീവ് വിഷ്വൽ വാർണിംഗിൽ 3 ടൈപ്പാണ്, 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഒന്നാമത് പറഞ്ഞ എന്താ, പാറ്റേൺ, അതായത് ഹൈലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേണുകളിൽ വരുന്നത്. രണ്ടാമത് പറഞ്ഞത് സിംബലുകൾ. അതുപോലെ മൂന്നാമത് പറഞ്ഞ ഏതാ, വേർഡ്, ആംബുലൻസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. അത് മൂന്നുമാണ് പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത്. അപ്പൊ അതിന് 3 എണ്ണം മനസ്സിലായാൽ നിങ്ങൾക്ക് അത് വെച്ച് എഴുതാൻ പറ്റില്ലേ? അല്ലെങ്കിൽ അത് വെച്ച് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ വരുന്ന ഓപ്ഷൻസ് അറിയാൻ പറ്റുമല്ലോ. ഇനി ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ ഏതാ വന്നേ? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗില് ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് വന്നത് അല്ലെ. അത് പല രീതിയിലുള്ള ലൈറ്റുകൾ നമ്മുടെ മോഡിഫിക്കേഷൻ അനുസരിച്ച്, പുതിയ പുതിയ ടെക്നോളജി വന്നതനുസരിച്ച് വ്യത്യാസപ്പെടും. മെയിൻ ആയിട്ട് വരുന്നത് ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് അല്ലെ. റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രോബ് ലൈറ്റുകളാവാം, LED ലൈറ്റുകളാവാം. അതതിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ കളറുകളും ചിലപ്പോൾ വ്യത്യാസപ്പെടാം. പക്ഷെ ആക്റ്റീവ് ലൈറ്റ്, വാർണിംഗ് ലൈറ്റുകളിൽ നമ്മൾ പറഞ്ഞ ഫ്ലാഷിംഗ് ലൈറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് അല്ലെ. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല. ഇനി ഓഡിബിൾ വാർണിംഗിലേക്ക് വരുമ്പോ അവിടെ മെയിൻ ആയിട്ട് പറയുന്നത് സൈറനുകളാണ്. അപ്പൊ ആ ഓരോന്നിനും കീഴിൽ വരുന്ന കാര്യങ്ങൾ ഏതാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. ഓഡിബിൾ വാർണിംഗിൽ വരുന്ന ഏതാ, ബിസൈഡ് വിഷ്വൽ വാർണിംഗ്സ് കൂടാതെ ആംബുലൻസ് ക്യാൻ ബി എക്വിപ്ഡ് വിത്ത് ഓഡിബിൾ വാർണിംഗുകളും ആംബുലൻസുകളിലുണ്ട് അല്ലെ. സംടൈംസ് നോൺ ആസ് സൈറൻസ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാട്ടോ, സൈറൻസ്. അതുപോലെ തന്നെ അതിന് മുൻപ് നമ്മൾ ഓഡിബിൾ ആണ് അല്ല ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ പറഞ്ഞ ഫ്ലാഷിംഗ് ലൈറ്റുകൾ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇപ്പൊ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് മാറിപ്പോകും. ആക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗിൽ അണ്ടർലൈൻ ചെയ്യുന്ന ഏതാ, മെയിൻ ആയിട്ട് വരുന്നത് ഫ്ലാഷിംഗ് ലൈറ്റുകളാണ്. ഇനി നമ്മുടെ പാസീവ് ആയിട്ട് വരുന്നത് ഏതാ, ബാറ്റൺബർഗ് മാർക്കിങ്ങുകൾ അല്ലെ. മാർക്കിങ്ങുകൾ അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ഹൈലി വിസിബിളി മാർക്കിങ്ങുകൾ വരുന്നുണ്ട്. രണ്ടാമതായിട്ട് പറഞ്ഞ ഏതാ, വേർഡ്, ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. അതുപോലെ തന്നെ സിംബൽസ് ഡിസ്പ്ലേഡ് എന്നുള്ളതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് 3 എണ്ണമാണ് പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത്. അപ്പൊ അതുമായി ബേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ നോക്കി, ഓഡിബിൾ വാർണിംഗിൽ ആ സൈറൻ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. സംടൈംസ് നോൺ ആസ് സൈറനുകൾ എന്നല്ലേ നമ്മൾ പറയാറ്. ഓഡിബിൾ വാർണിംഗിൽ ആ ഒരു ആംബുലൻസിന്റെ സൈറൻ കേൾക്കുന്നു എന്നല്ലേ നമ്മൾ പറയാറ്. വിച്ച് ക്യാൻ അലേർട്ട് പീപ്പിൾ, അതെന്തിനു വേണ്ടിയിട്ടാ, ആളുകളെ അലേർട്ട് ചെയ്യാനായിട്ട്. ആൻഡ് വെഹിക്കിൾ ടു ദ പ്രസൻസ് ഓഫ് ആൻ ആംബുലൻസ് ബിഫോർ ദേ ക്യാൻ സീ അല്ലെ. അപ്പൊ ആ ഒരു ആംബുലൻസ് കാണുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റില്ലേ. അപ്പൊ അത് ആ വാഹനം ആ ഒരു സ്ഥലത്തേക്ക്, അതിന് ആ വാഹനത്തിന്റെ ഒരു പ്രസൻസ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആളുകളെ അലേർട്ട് ചെയ്യിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ഓഡിബിൾ വാർണിംഗ് ആയിട്ടുള്ള സൈറനുകൾ ആംബുലൻസിൽ കൊടുത്തിരിക്കുന്നത്. The first hearable warnings were mechanical bells mounted to either the front of roof of the ambulance. ആദ്യകാലങ്ങളിൽ ആംബുലൻസ് ഇറങ്ങിയ സമയത്തൊക്കെ അവിടെ ആദ്യം യൂസ് ചെയ്തിരുന്ന ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുന്നത് ഹിയറബിൾ വാർണിംഗ് ആയിട്ടുള്ളത് മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ മെക്കാനിക്കൽ ബെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ആംബുലൻസിന്റെ ടോപ്പ് റൂഫില് അത് ഘടിപ്പിച്ചിട്ടുണ്ടാവും. മെക്കാനിക്കൽ ബെൽസ് ആയിട്ടായിരുന്നു നമുക്ക് കേൾക്കാൻ പറ്റിയിരുന്നത്. ആ മെക്കാനിക്കൽ ബെല്ലുകളായി യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ഓഡിബിൾ വാർണിംഗ് കൊടുത്തിരുന്നത്, സൗണ്ട് കൊടുത്തിരുന്നത്. എന്നാൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആംബുലൻസ് നമുക്കറിയാലോ, നൗ എക്വിപ്ഡ് വിത്ത് ഇലക്ട്രോണിക് സൈറനുകളാണ് ഇപ്പോൾ ഉള്ള ആംബുലൻസുകൾ ഉള്ളത്. വിച്ച് പ്രൊഡ്യൂസ് എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയിസസ് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആംബുലൻസ് പോകുന്ന സമയത്ത് ഓരോരോ എന്തെങ്കിലും ഡെഡ് ബോഡി ആണോ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആണോ കൊണ്ടുപോകുന്നതിനനുസരിച്ച് ആ ഒരു വോയിസ് മോഡുലേഷൻ വരുന്നത്, സൗണ്ട് മോഡുലേഷൻ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസില് എല്ലാ ടൈമും ഒരേ രീതിയിലുള്ള സൗണ്ട് ആണോ കേൾക്കാറ്? ആണോ? അല്ലല്ലോ, വ്യത്യാസം ഉണ്ടാവാറില്ലേ സൗണ്ട് മോഡുലേഷൻസ്? അപ്പൊ അത് തന്നെയാ പറയുന്നത്. അപ്പൊ അത് തന്നെ ഇവിടെ ഡിഫറെന്റ് വോയിസ് മോഡുലേഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള നോയ്സസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഓഡിബിൾ വാർണിംഗ് അല്ലെങ്കിൽ സൈറനുകൾ കൊടുക്കുന്നത്. വിച്ച് ആംബുലൻസസ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ യൂസ് ടു അട്രാക്ട് മോർ അറ്റൻഷൻ ടു ദംസെൽവ്സ്, especially when advancing through an intersection or in heavy traffic. ഒരു ജംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ഹെവി ട്രാഫിക്കോ ഒക്കെ വരുന്ന സമയത്ത് ആ ആളുകൾക്ക് ആ ഒരു ട്രാഫിക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു ട്രാഫിക് ആംബുലൻസ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് ആ ഒരു ആംബുലൻസ് പോകാനായിട്ട് വഴി കൊടുക്കണം അല്ലെ. അങ്ങനെയല്ലേ നമ്മുടെ നിയമം. അപ്പൊ അതുകൊണ്ട് തന്നെ ആംബുലൻസുകൾ
തിരക്കുള്ള ഒരു ഹെവി ട്രാഫിക് ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്ന സമയത്ത്, കുറച്ച് തിരക്കുള്ള ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് മുന്നൊരുക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൈറനുകൾ കൊടുക്കുന്നത്. അപ്പൊ ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൗണ്ട് കേട്ട് ആ ഒരു ആംബുലൻസ് വരുന്നുണ്ട്, അതിന്റെ രീതിയിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതാണ്, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വഴി നമുക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ മുന്നൊരുക്കം നടത്താനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ഓഡിബിൾ വാർണിംഗ് സൈറനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യകാല ആംബുലൻസുകളിൽ അതെന്തായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മോഡേൺ ആംബുലൻസുകൾ വന്നപ്പോൾ അതെന്തായി മാറി? ഇലക്ട്രോണിക് സൈറനുകളായിട്ട് മാറി. Then a new development is the use of RDS, that is radio data system of system car radios. കാർ റേഡിയോയിലുള്ള RDS അല്ലെങ്കിൽ റേഡിയോ ഡേറ്റ സിസ്റ്റം ഒക്കെ ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട്? ഒരു പുതിയ ഡെവലപ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ എമർജൻസി വാർണിംഗുകൾ, അതായത് ഈ RDS സിസ്റ്റം ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ കാറുകളിലേക്കും ആ ഒരു വാഹനം വരുന്ന സമയത്ത് അതിൽ നിന്നൊരു എമർജൻസി മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എമർജൻസി മെസ്സേജുകൾ ഈ RDS എക്വിപ്ഡ് ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളിലേക്ക് എത്തുകയും അപ്പൊ ആ ഒരു നിയർ ബൈ ഏരിയയിലോട്ട് ഒരു ആംബുലൻസ് വരാണെങ്കിൽ അതിൽ നിന്ന് ഇവരുടെ എമർജൻസി മെസ്സേജുകൾ ഈ RDS ഘടിപ്പിച്ചിട്ടുള്ള കാറുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ആ കാറുകളിലുള്ള ആളുകൾക്ക് മനസ്സിലാവും ഒരു ആംബുലൻസ് വരുന്നുണ്ട്, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്നുണ്ട്, അപ്പൊ അതിന് വഴി കൊടുക്കണം എന്നുള്ളത് നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാനായിട്ട് പറ്റും അല്ലെ. അതിനൊരു പുതിയ ഡെവലപ്മെന്റ് ആണ് ഈ RDS അല്ലെങ്കിൽ റേഡിയോ ഡേറ്റ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എക്വിപ്മെന്റ് ആണ് ആംബുലൻസ് is equipped with a short range FM transmitter. FM transmitter നമുക്കറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. which formulates the radio of all cars within range. അതായത് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ ഇങ്ങനെയുള്ള FM റേഡിയോ ഷോർട്ട് റേഞ്ചുള്ള FM ട്രാൻസ്മിറ്ററുകൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിൽ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ ആ വാഹനങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യുന്ന വാഹനങ്ങളിലേക്ക് ഒരു എമർജൻസി മെസ്സേജ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു റേഞ്ചിനുള്ളിൽ ഒരു ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു റേഞ്ചിനുള്ളിലുള്ള ഇങ്ങനെയുള്ള കാറുകളാണെങ്കിൽ മറ്റു വാഹനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഉള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എമർജൻസി മെസ്സേജുകൾ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. രണ്ട് മെത്തേഡ്, പുതിയതായിട്ട് ഡെവലപ്മെന്റ് വന്നിരിക്കുന്ന രണ്ട് മെത്തേഡാണ് RDS സിസ്റ്റം അല്ലെങ്കിൽ റേഡിയോ ഡേറ്റ സിസ്റ്റം, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ എന്നൊക്കെ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക റേഞ്ചിൽ ഇങ്ങനെയുള്ള FM ട്രാൻസ്മിറ്ററോ അല്ലെങ്കിൽ RDS ഡേറ്റ സിസ്റ്റം ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങൾ, ഇപ്പൊ കാറോ മറ്റു വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരു പ്രത്യേക റേഞ്ചിനുള്ളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു എമർജൻസി മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു ആംബുലൻസ് കടന്നു വരുന്നുണ്ട്, അതിങ്ങനെ ഒരു എമർജൻസി കേസുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വഴിയൊരുക്കി കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പുതിയ ഡെവലപ്മെന്റ് വന്നിരിക്കുന്നതാണ് ഈ രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ ഓഡിബിൾ വാർണിംഗിൽ പറഞ്ഞത്? ഓഡിബിൾ വാർണിംഗിൽ വിഷ്വൽ വാർണിംഗ് കൂടാതെ ഓഡിബിൾ ആയിട്ടുള്ള വാർണിംഗുകളും ആംബുലൻസിലുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഏതാണ്? സൈറനുകളാണ് അല്ലെ. നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ സൈറനുകൾ. അപ്പൊ അത് ആളുകളെ അലേർട്ട് ചെയ്യാനുണ്ട്. അതായത് വാഹനം എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആളുകൾക്ക് ഈ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് ആളുകൾ കുറച്ചുകൂടി അലേർട്ട് ആവാനും ആവശ്യമായിട്ടുള്ള ആ ഒരു സ്ഥല പരിമിതി ആ ഒരു ആംബുലൻസിന് വിട്ടുകൊടുക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വാർണിംഗ് ആണ് ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുന്നത്. അത് ആദ്യകാലങ്ങളിൽ മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു. എന്നാൽ ഇപ്പോ മോഡേൺ ആയിട്ടുള്ള ആംബുലൻസുകളിൽ അതെന്തായിട്ട് മാറിയിട്ടുണ്ട്? ഇലക്ട്രോണിക് സൈറനുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ എന്താണ് ഹെവി ട്രാഫിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് അവിടെ തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആ ഒരു ആംബുലൻസ് വരുന്ന ആ ഒരു സൈറൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംബുലൻസിന് പോകാനായിട്ടുള്ള വഴി ഒരുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് രണ്ട് പുതിയ ഡെവലപ്മെന്റ് എന്തൊക്കെയാ പറഞ്ഞേ? RDS അല്ലെങ്കിൽ റേഡിയോ ഡേറ്റ സിസ്റ്റം പറഞ്ഞു, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്ററുകൾ പറഞ്ഞു. അപ്പൊ അത് ആ ഒരു വിത്തിൻ റേഞ്ചിനുള്ളിൽ അവരുടെ ആ ഒരു റേഞ്ചിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഒരു എമർജൻസി ഇപ്പൊ RDS എന്നൊക്കെ പറഞ്ഞ കാറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റേഡിയോ ഡേറ്റ സിസ്റ്റം ആണ്. അപ്പൊ അങ്ങനെയുള്ള കാറുകളൊക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ ആ RDS എക്വിപ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഈ RDS സിസ്റ്റം വഴി നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റും. അതായത് ഒരു എമർജൻസി മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു റേഞ്ചിനുള്ളിൽ വരുന്ന വാഹനങ്ങൾ, ഒരു ആംബുലൻസ് വാഹനം കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്തുകൊണ്ട്
ആ വാഹനങ്ങളിലേക്ക് എമർജൻസി മെസ്സേജുകൾ സെൻഡ് ചെയ്ത് അറിയിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ആംബുലൻസ് പോകുന്നുണ്ട്, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനൊരു സീരിയസ് കേസിലാണ് പോകുന്നത് എന്നുള്ളതൊക്കെ മെസ്സേജ് വഴി നമുക്കൊരു എമർജൻസി മെസ്സേജുകൾ സെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരാളുകളെ അറിയിക്കാനായിട്ട് പറ്റുന്ന ഒരു പുതിയ ഡെവലപ്മെന്റ് ആണ് RDS അല്ലെങ്കിൽ റേഡിയോ ഡേറ്റ സിസ്റ്റവും അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള FM ട്രാൻസ്മിറ്ററുകളും. അപ്പൊ ആ ഒരു കൃത്യം റേഞ്ച്, ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ മാത്രമാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു റേഞ്ചിനുള്ളിൽ വരുന്ന സമയത്തല്ലേ ആ വാഹനങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും റേഞ്ചിലിരിക്കുന്ന ആളുകൾ ഇവിടെയുള്ളവർക്ക് മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ വരുന്നത്, അതായത് ആംബുലൻസ് വരുന്ന ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിലുള്ള വാഹനങ്ങൾ ഇങ്ങനെയുള്ള FM ട്രാൻസ്മിറ്ററോ അല്ലെങ്കിൽ RDS ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള എമർജൻസി മെസ്സേജ് ഈ ആംബുലൻസ് വഴി, ആംബുലൻസിലുള്ള RDS അല്ലെങ്കിൽ FM ട്രാൻസ്മിറ്റർ വഴി നമുക്ക് വിടാനായിട്ട് പറ്റും. കിട്ടിയോ? ക്ലിയർ ആയോ? അത് ഓഡിബിൾ വാർണിംഗ്സ് ആ 3 ടൈപ്പും ക്ലിയർ ആയോ? ഓഡിബിൾ വാർണിംഗ്, അതുപോലെ തന്നെ വിഷ്വൽ, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്, പാസീവ് വിഷ്വൽ വാർണിംഗ്, 3ഉം ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. അത് 3 രീതിയിലുള്ള വാർണിങ്ങുകളാണ് നമ്മൾ പറഞ്ഞത്. അത് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ആംബുലൻസിന് നമുക്ക് ഒരു ആംബുലൻസ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒരു ആംബുലൻസ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരാറില്ലേ? അവിടെ എത്ര ആംബുലൻസ് എത്ര ഡിസ്റ്റൻസ് ഓടി എന്നതിനനുസരിച്ച് നമുക്ക് പൈസ ചിലവാകാറില്ലേ? പൈസ കൊടുക്കേണ്ടി വരാറുണ്ടോ? ആംബുലൻസ് ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരാറില്ലേ? അത് തന്നെയാണ് ഇവിടെ കോസ്റ്റ്. അതായത് ചില സമയങ്ങളിൽ നമുക്ക് ചില ആംബുലൻസ് സേവനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് അല്ലെ, ചില സമയങ്ങളിൽ നമ്മൾ അവർക്ക് പൈസ പെയ്ഡ് ആയിട്ട് പേ ചെയ്ത് കൊടുക്കേണ്ടിയും വരാറുണ്ട്. അപ്പൊ അതിൽ വരുന്ന കുറച്ച് 4 സർവീസുകളാണ് നമുക്ക് ഇനി ഈ കോസ്റ്റിനുള്ളിൽ പഠിക്കാനുള്ളത്. ആംബുലൻസ് റൈഡ് കോസ്റ്റ്, അല്ലെ, ആ ഒരു ആംബുലൻസ് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകള് പല സോഴ്സ്, അതായത് പല സോഴ്സുകളിൽ നിന്ന് വരുന്ന, ഓരോ സോഴ്സിൽ നിന്ന് വരുന്നതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ നിന്നാണോ, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആംബുലൻസ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എത്ര പൈസ നമുക്ക് അവർ പേ ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ദിസ് വിൽ റിലേ ദ ലോക്കൽ സിറ്റുവേഷൻ, ആ ഒരു ലോക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് ഏത് തരം സർവീസ് ആണ് ആ ഒരു ആംബുലൻസ് തരുന്നത് എന്നതിനനുസരിച്ച്, അതുപോലെ ആര് കൊടുക്കുന്നു എന്നതിനനുസരിച്ചൊക്കെ ആ ഒരു ആംബുലൻസിന് കൊടുക്കേണ്ടതായിട്ടുള്ള, ഓടുന്നതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 സർവീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, സെക്കൻഡ് വൺ ആണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, തേർഡ് വൺ ആണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഫോർത്ത് വൺ ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. അപ്പൊ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഏത് ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു സേവനമായിരിക്കും? ഗവൺമെന്റ് ഓഫീസുകൾ. ഗവൺമെന്റ് ഓഫീസ് എന്നൊക്കെ പറയുമ്പോൾ ഏതാ വരാ? ഏതൊക്കെ വരും? നമുക്ക് അങ്ങനെയുള്ള സേവനങ്ങൾ ലഭ്യമാകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, ഗവൺമെന്റ് ഹോസ്പിറ്റല്, അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെ വരും? നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ലൊക്കാലിറ്റിയിലുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലെ, നമ്മുടെ പഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റി, അതുപോലെ കോർപ്പറേഷൻ പോലെയുള്ള സ്ഥലങ്ങള് ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ളതല്ലേ, ഗവൺമെന്റ് ഫണ്ട് ചെയ്ത് നടത്തുന്ന സ്ഥാപനങ്ങളല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന സേവനമാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ഇവരുടെ കീഴിൽ അവർക്ക് ആംബുലൻസ് സേവനം ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഒരാൾ മരണപ്പെടുകയാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ കൗൺസിലർ, ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ആണ്, പഞ്ചായത്തിലൊക്കെ മെമ്പർമാരായിരിക്കില്ലേ നമ്മുടെ വാർഡിൽ നോക്കാനിരിക്കുന്നത്? അപ്പൊ മെമ്പർമാരാവാം, അപ്പൊ മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണെങ്കിൽ കൗൺസിലേഴ്സ് ആവാം അല്ലെ. അവരെയൊക്കെ എന്ത് ചെയ്യുക? അറിയിക്കുക, ഒരാൾ മരണപ്പെട്ടു, നമുക്ക് ഇങ്ങനെ ഒരു ആംബുലൻസിന്റെ സേവനം ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ അവരെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ആ ഒരു പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിന് കീഴിൽ ഒരു ആംബുലൻസ് സേവനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം? അവര് പറയേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള സേവനമാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ വരുന്നത് കേട്ടോ. The full or the majority part of the cost of transport by ambulance is borne by the local, regional or national government through their ordinary taxation. അതായത് ഗവൺമെന്റ് സർവീസ്, ഫണ്ടഡ് സർവീസിൽ വരുന്നത് ഇവിടെ ആംബുലൻസ് സേവനത്തിനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഫുൾ പൈസ അവര് തന്നെ മുടക്കും,
ചിലപ്പോൾ നമുക്കൊന്നും പൈസ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല. എന്നാൽ ചിലപ്പോൾ ഫുൾ പൈസ കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു എത്ര രൂപയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു മെജോറിറ്റി പാർട്ടും അവര് കൊടുക്കും. അതിപ്പോ ലോക്കൽ ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്ത് പോലെയുള്ള, അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ വരുന്നതാണ് കേട്ടോ. അതിന്റെ ഒക്കെ ഉള്ളിൽ വരുന്ന ഒരു ആംബുലൻസ് സേവനമാണ്. അപ്പൊ നമുക്ക് ആംബുലൻസ് ആവശ്യമായിട്ട് വരാണെങ്കിൽ ഇവരുടെ കീഴിൽ ഒരു ആംബുലൻസ് സേവനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് ചിലപ്പോൾ അവർ പൈസ ഒന്നും വാങ്ങിക്കാൻ തന്നെ നമുക്ക് ഈ ഒരു സേവനം ലഭ്യമാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി പാർട്ടും അതിന്റെ പൈസയും നമ്മൾ ആര് കൊടുക്കും, അവർ തന്നെ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ചെറിയ രീതിയിലുള്ള ചെലവുകൾ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, ചിലപ്പോൾ മുഴുവനായിട്ടും അവർ തന്നെ വഹിച്ചേക്കാം. അപ്പൊ അതാണ് ഏത് ഗവൺമെന്റ് ഫണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഓടുന്ന ആ ഒരു ടാക്സ് ഉൾപ്പെടെ അവരെന്ത് ചെയ്യും, അതിൽ നമുക്ക് ഒരുപാട് കുറവ് വരും. അപ്പൊ അധികം ഫുള്ളും ചിലപ്പോൾ ഫുള്ള് ചില സേവനങ്ങൾ ഫുള്ളും ഫ്രീ ആയിട്ട് തരുന്നവരുണ്ട്. അല്ലെന്നുണ്ടെങ്കിലോ ചെറിയ രീതിയിലുള്ള എമൗണ്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതിയാവും, മെജോറിറ്റി അതിന്റെ പേയ്മെന്റും അവർ തന്നെ വഹിച്ചോളും. അതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് അല്ലെങ്കിൽ ഓരോന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ക്ലിയർ ആയോ? ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുടെ ഉള്ളിൽ ആംബുലൻസ് സർവീസ് ഉണ്ടെങ്കിൽ നമുക്കത് ഫുള്ളി ഒന്നില്ലെങ്കിൽ പേയ്മെന്റ് ഫുള്ളായിട്ടും അവരത് ചെയ്യും, അല്ലെങ്കിൽ ഒരു മെജോറിറ്റിയും അവർ തന്നെ കൊടുക്കും. നമുക്ക് ചെറിയ രീതിയിലുള്ള ചെലവുകളും കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം അങ്ങനെയുള്ള സേവനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ കൗൺസിലറോടോ അല്ലെങ്കിൽ നമ്മുടെ മെമ്പറോടൊക്കെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ വഴി നമുക്ക് ആ ഒരു സേവനം ലഭ്യമാക്കാവുന്നതാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നതാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. പ്രൈവറ്റ്ലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അവിടെ ആരെങ്കിലും പൈസ ചെലവാക്കോ? നമ്മൾ തന്നെ എല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. പ്രൈവറ്റ്ലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് സേവനം വിളിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽവ്സ്. ആരാണോ ആംബുലൻസ് സേവനം വിളിക്കുന്നത് അവർ തന്നെ മുഴുവൻ തുകയും ആംബുലൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാകുന്ന മുഴുവൻ തുകയും അവർ തന്നെ, ആരാണോ ആംബുലൻസ് വിളിച്ചത് അവർ തന്നെ ചിലവാക്കേണ്ടതായിട്ട് വരും. ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ ചിലവർക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇൻഷുറൻസ് കമ്പനിയും ചിലവാക്കാറുണ്ട്. അപ്പൊ അത് വലിയ രീതിയിലുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനി വഹിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആരാണോ ഒരു ആംബുലൻസ് പ്രൈവറ്റ് ആംബുലൻസിന്റെ സേവനം ലഭ്യമാക്കാനായിട്ട് വിളിക്കുന്നത് അവർ തന്നെ മുഴുവൻ തുകയും അവർ ആംബുലൻസിൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന മുഴുവൻ തുകയും അവർ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് പ്രൈവറ്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അവരൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയതുകൊണ്ട് തന്നെ മുഴുവൻ തുക നമ്മൾ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഷുറൻസും കാര്യങ്ങളും ഉള്ളവരാണെങ്കിൽ അവരുടെ ഇൻഷുറൻസ് കമ്പനി അത് ചിലവാക്കുന്നതായിരിക്കും. കിട്ടിയോ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്? നെക്സ്റ്റ് വരുന്നതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ചാരിറ്റി അറിയാലോ. അപ്പൊ ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താന്ന് നോക്കി, ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് ബൈ എ ചാരിറ്റി. ഒരു ചാരിറ്റിയുടെ കീഴില് പേഷ്യൻസിന് ഫ്രീ ഓഫ് ചാർജ്, പൈസ ഒന്നും കൊടുക്കാതെ നമുക്കൊരു ആംബുലൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു സർവീസ് ആണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻസ് മേ ബി സോട്ട് ഫോർ സർവീസസ് റിസീവ്ഡ്. ഇവര് നമുക്ക് ആംബുലൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പൈസ ഒന്നും ഈടാക്കുന്നില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അല്ലെ. എന്നാൽ പോലും ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സംഭാവനകള് അവർ സ്വീകരിക്കാറുണ്ട്. അവരിങ്ങനെ നമ്മളോട് പറഞ്ഞ് ഇന്നത് വേണമെന്നൊന്നും പറഞ്ഞ് ചോദിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ്, അതായത് ഇപ്പൊ ഒരു ചാരിറ്റി ഒക്കെ അല്ലേ നടക്കുന്നത്. ഇപ്പൊ മരണപ്പെട്ട ആളുകൾക്കോ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വീൽ ചെയറുകളോ അല്ലെങ്കിൽ സ്ട്രക്ചറുകൾ ഉണ്ടെങ്കിലോ അതിന്റെ എന്തെങ്കിലും എന്താണ് ബാത്റൂം സ്റ്റിക്കുകളോ അല്ലെങ്കിൽ വാട്ടർ ബെഡുകളൊക്കെ അവർ യൂസ് ചെയ്തവർ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ ഇങ്ങനെ കോൺട്രിബ്യൂഷൻ ആണ്. അധികം കേടുപാടുകളൊന്നും ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ, ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇവര് സ്വീകരിക്കാറുണ്ട്. അതേസമയം ഇവർ ആ ഒരു ആംബുലൻസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യാതൊരുവിധ തുകയും അവർ ഈടാക്കാറില്ല. അത് ചാരിറ്റിയുടെ ബേസിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യും. അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ചാരിറ്റിയുടെ കീഴിൽ അങ്ങനെയുള്ള ആംബുലൻസ് സർവീസ് ഉണ്ടെങ്കിൽ അത് വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു ചാരിറ്റിയുടെ പുറത്ത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ആംബുലൻസിന് ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പൊ അത് നമ്മുടെ അവർ ചെറിയ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല, ആ ഒരു ആംബുലൻസ് സർവീസിന് അവർ പൈസയൊന്നും വാങ്ങിക്കുന്നില്ല. എങ്കിൽ കൂടി ചെറിയ രീതിയിലുള്ള സംഭാവനകൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് അവർ വാങ്ങുന്നുണ്ട്.
പറയുന്നുണ്ട്. അത് എന്തെങ്കിലും ആവാം. ഇപ്പൊ കിടപ്പ് രോഗികളാണ്, അവർ മരണപ്പെട്ടു പോയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ വാക്കർ ബെഡുകളോ വീൽ ചെയറുകളോ സ്ട്രക്ചറുകളോ ബാത്റൂം സ്റ്റെപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പിന്നീട് വേറെ മറ്റാർക്കെങ്കിലും യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ പോലെ കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ അവരുടേതായ ഓരോരുത്തരുടേതായ കഴിവനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ് അവർക്ക് ആ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ആരുടെ കീഴിൽ വരുന്ന, ഹോസ്പിറ്റലുകാരുടെ കീഴിൽ വരുന്നത് അല്ലെ. അതായത് ഹോസ്പിറ്റൽ മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ്. ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും, ഫ്രീ ഓഫ് ചാർജില് നമുക്ക് ഒരു ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഏത് കണ്ടീഷൻ അനുസരിച്ച്, ഓൺ ദ കണ്ടീഷൻ ദാറ്റ് പേഷ്യൻസ് യൂസ് ദ ഹോസ്പിറ്റൽ സർവീസ്. ഒരാള് മരണപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ഒരു പേഷ്യന്റ് വയ്യാതെ ഒത്തിരി നാളായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക, അല്ലെങ്കിൽ ഒരാള് ഒരു മാസമൊക്കെ ആയിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അയാൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന് മരണപ്പെടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ സേവനത്തിൽ ഇരുന്നുകൊണ്ടിരുന്ന അവർക്ക് വയ്യാതാവുന്ന അല്ലെങ്കിൽ അവർ മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവരെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലുകാർ ഫ്രീ ആയിട്ട് ആ ഒരു ഹോസ്പിറ്റൽ സേവനം വിട്ടു തരുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താ, ഒരു മാസമൊക്കെ ആയിട്ട് അവിടെ ട്രീറ്റ്മെന്റിൽ ഇരുന്ന് മരണപ്പെടുന്ന ആളാണെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒത്തിരി പൈസ ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി തന്നെ ചിലവാക്കിയിട്ടുണ്ടാവും അല്ലെ. ആ ഹോസ്പിറ്റലുകാർക്ക് ഒത്തിരി പൈസ അവരുടെ ആ ഒരു സേവനം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ലേ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് അവർ ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു ആംബുലൻസ് സേവനം ഫ്രീ ആയിട്ട് നൽകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലും അങ്ങനെ ഒരു സേവനവും നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത് അവര് ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു സേവനം നൽകി അവിടെ കുറച്ച് നാൾ അല്ലെങ്കിൽ 1-2 മാസമൊക്കെ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ ആ ട്രീറ്റ്മെന്റിന് വേണ്ടി പൈസ ചെലവാക്കി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് മരണപ്പെടുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ വീടുകളിലേക്ക് കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ഫണ്ടഡ് ആംബുലൻസിന്റെ സേവനം ലഭ്യമാകുന്നതാണ്. അപ്പൊ നമ്മളുടെ അവിടെ എന്ത് ചെയ്യില്ല, ആ ഒരു കണ്ടീഷൻ പ്രകാരം മാത്രമാണെങ്കിലാണ് അവരെന്ത് ചെയ്യാത്തത്, ഫീസ് ഈടാക്കാതെ വരുന്നത്. ക്ലിയർ ആയോ? ആ 4 എണ്ണം ഒന്ന് വേഗം വായിച്ചു നോക്കിയേ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. 4 എണ്ണം ഏതൊക്കെയാ പറഞ്ഞേ? ഗവൺമെന്റ് ഫണ്ടഡ് ആവുമ്പോ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, നമ്മുടെ പഞ്ചായത്തോ കോർപ്പറേഷൻ പോലുള്ളവരുടെ കീഴിൽ വരുന്ന ഒരു ആംബുലൻസ് സേവനമാണ്. അവിടെ നമ്മൾ ഫുൾ പൈസ ചിലപ്പോൾ കൊടുക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ഒരു മെജോറിറ്റിയും അവർ തന്നെ ചിലവാക്കും. ചെറിയ രീതിയിലുള്ള ഒരു ചിലവ് മാത്രമേ നമുക്ക് ആ ഒരു ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ ആംബുലൻസ് യൂസ് ചെയ്യുമ്പോൾ വരുന്നുള്ളൂ. എന്നാൽ പ്രൈവറ്റ്ലി ഫണ്ടഡ് ആകുമ്പോൾ ഫുൾ പൈസയും നമ്മൾ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ആരാണോ ആംബുലൻസ് സേവനം വിളിക്കുന്നത് അവര് തന്നെ പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും. ഇനി ആ കൊണ്ടുപോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് കമ്പനി അത് ചിലവാക്കിക്കോളും. അതേസമയം ചാരിറ്റി ഫണ്ടഡ് ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ചാരിറ്റിയുടെ ബേസിസിൽ ഫ്രീ ആയിട്ട് ആ ഒരു ആംബുലൻസ് സേവനം ലഭ്യമാകുന്നതാണ്. എന്നാൽ ചെറിയ രീതിയിലുള്ള സംഭാവനകൾ അവർക്ക് നമ്മുടേതായ കഴിവുകളിനനുസരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ ഫണ്ടഡ് ആകുമ്പോഴോ, ഹോസ്പിറ്റലിൽ നിലവിൽ കുറെ നാളായിട്ട് ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് അവർ ഒത്തിരി പൈസ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവാക്കിയത് കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലുകാര് ആ ഒരു ആംബുലൻസ് സേവനം ഫ്രീ ആയിട്ട് ആ ഒരു കണ്ടീഷനിൽ മാത്രം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് തന്നെ ആ ഒരു ആംബുലൻസ് സേവനം എടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? ആ പോസ്റ്റ് 4 ടൈപ്പ് ഓഫ് ആംബുലൻസ് സേവനങ്ങൾ ക്ലിയർ സർവീസസ് ക്ലിയർ ആയോ എല്ലാവർക്കും? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ 108 എമർജൻസി സർവീസ്. കേട്ടിട്ടില്ലേ? 108 അല്ലെങ്കിൽ 108 എന്ന് പറയുന്ന നമ്പർ കണ്ടിട്ടില്ലേ? നമ്മൾ ആ ഒരു എമർജൻസി ആംബുലൻസിന് വേണ്ടിയിട്ട് എമർജൻസി കണ്ടീഷൻസിൽ ആംബുലൻസിന് വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ അല്ലേ 108? അതൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ആ ഒരു എമർജൻസി സർവീസ് ആംബുലൻസ് എമർജൻസി സർവീസിന് വേണ്ടി ഡയൽ ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ നമ്പർ ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. 108 108 എന്ന് പറയുന്ന നമ്പറിലോട്ടാണ് നമ്മൾ വിളിക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു 108 എന്ന് പറയുന്ന നമ്പറിലേക്ക് നമ്മൾ വിളിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ വിളിക്കുന്ന ആള് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് വെറുതെ അങ്ങോട്ട് പോയി ആ ഒരു 108 ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആംബുലൻസ് സേവനം വേണം, ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് വരുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാൻ പറ്റില്ല. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ അവിടെ നിന്ന് ചോദിക്കും, അവർക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിരിക്കാം, ഇപ്പൊ ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ നടന്നു, നമ്മളിപ്പോ അവിടെ ആരും അതിലുള്ള ആളായിരിക്കില്ല,
നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു കാഴ്ചക്കാരനായിരിക്കാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ ഒരു ആംബുലൻസ് സേവനം നമുക്ക് വേണം. അപ്പൊ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, എന്ത് രീതിയിലുള്ള എമർജൻസി ആണ് അവിടെ ഉള്ളത്, അതുപോലെ ആളുകൾ എത്രത്തോളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ ഈ വിളിക്കുന്ന ആ കോളർ അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? പലതരത്തിലുള്ള ആംബുലൻസ് ടൈപ്പ് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഏത് തരത്തിലുള്ള ആംബുലൻസ് ആണ് ഇങ്ങോട്ട് വിടേണ്ടത് എന്നുള്ളത് അവർക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആ വിളിക്കുന്ന ആള് മനസ്സിലാക്കി വിളിച്ച് പറയേണ്ടത്. അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതേ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിൽ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് കഥ കേട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളാണ് ഇപ്പൊ ആ ഒരു വിളിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊന്ന് കോൺസെപ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഹൗ ഇറ്റ്സ് വർക്കിംഗ്, എങ്ങനെയാണ് ഈ ഒരു എമർജൻസി സർവീസ് വർക്ക് ചെയ്യുന്നത്? When an emergency is intimated through 108, ഇന്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഇന്റിമേറ്റ് ചെയ്യുക? അന്വേഷിക്കുക അല്ലെ, അറിയിക്കുക അവരെ. അപ്പൊ ഇന്റിമേറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു 108ലേക്ക് ഒരു എമർജൻസി ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയിക്കുകയാണെന്ന് വിചാരിക്കാം. The caller collects the needed basic information and send appropriate services. ആ വിളിക്കുന്ന കോളർ നമ്മളാണ് വിളിക്കുന്നതെങ്കിൽ നമ്മളാണ് അപ്പൊ അവിടുത്തെ കോളർ എന്ന് പറയുന്നത് അല്ലെ, വിളിക്കുന്ന ആള്. ആ വിളിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ചില ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷമാണ് അവരിലേക്ക് അത് സെൻഡ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ദ പ്രൈമറി ഇൻഫർമേഷൻ ഗോട്ട് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പ്രൈമറി ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് നോക്കിയേ. ഒരു 4 പോയിന്റ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് where the call is placed from. എവിടെ നിന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ? കോള് വിളിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കണ്ടേ? അതായത് ഏത് ഡിസ്ട്രിക്ട്, ഏത് ജില്ലയിൽ നിന്നാണ്, ഏത് താലൂക്കിൽ നിന്നാണ്, ഏതാണ് നമ്മുടെ സിറ്റി അല്ലെങ്കിൽ ടൗൺ ഏതാണ്, കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ ലാൻഡ് മാർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലല്ലേ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എവിടെ നിന്നാണ് നമ്മൾ കോള് വിളിക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം നോക്കിയേ, എമർജൻസി ടൈപ്പ്. ഏത് തരത്തിലുള്ള ഒരു എമർജൻസി ആണുള്ളത്? ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് വയ്യായ്ക്ക് വന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എമർജൻസി കണ്ടീഷൻ ആണോ, ഏത് തരത്തിലുള്ള എമർജൻസി ആണ് അവിടെ ഉള്ളത് എന്നുള്ള രീതിയിലുള്ള കാര്യം നമ്മൾ അവിടെ ആംബുലൻസിന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത്, ഈ 108ലേക്ക് വിളിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കണം. അതെന്തിനു വേണ്ടിയാ? അതിനനുസരിച്ചുള്ള ആംബുലൻസുകളാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒത്തിരി പേരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ് നടന്നിരിക്കുന്നെങ്കിൽ നമുക്കൊരു ചെറിയൊരു ആംബുലൻസ് വന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഒത്തിരി പേര് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസാ വേണ്ടത്? ഏത് ടൈപ്പ് ആംബുലൻസാ വേണ്ടത് പറഞ്ഞേ? ഒത്തിരി പേരെ അട്ടേറ്റും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആംബുലൻസ് ഏതാ? ആംബുലൻസ് ബസ് അല്ലെ? വെരി ഗുഡ്, ആംബുലൻസ് ബസ്. അപ്പൊ അങ്ങനെയുള്ള ആംബുലൻസ് ബസ്സുകൾ വിടണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരു എമർജൻസി പർപ്പസിന് വേണ്ടി എമർജൻസി ആംബുലൻസ് ആണോ വിടേണ്ടത്, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ആ ഒരു കാര്യം ഇവിടുന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചല്ലേ അവർക്ക് ഇങ്ങോട്ട് വിടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എമർജൻസി ടൈപ്പ്, ഏത് തരത്തിലുള്ള എമർജൻസി ആണുള്ളത് എന്നുള്ളത് ആ വിളിച്ചു പറയുന്ന ആള് കൺഫേം ചെയ്ത് പറയേണ്ടതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കിയേ, നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചേർഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചേർഡ്. എത്ര ആളുകൾക്ക് ഇപ്പൊ ഒരു പരിക്ക് പറ്റിയതാണെങ്കിൽ അല്ലെങ്കിൽ എത്ര ആളുകൾ അതിൽ പരിക്കേറ്റു, എത്ര ആളുകൾക്ക് അത് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ ഒത്തിരി പേര് പരിക്ക് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരാള് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആ പരിക്ക് പറ്റി അല്ലെങ്കിൽ ആ ഒരു വയ്യാതിരിക്കുന്ന എമർജൻസി സിറ്റുവേഷനുള്ള ആളുകളുടെ സ്റ്റേറ്റ്, അവരുടെ ആ ഒരു അവസ്ഥ എന്താണ്, ഇപ്പൊ നിലവിലത്തെ അവസ്ഥ എന്താണ്, ബ്ലീഡിങ്ങുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവരോട് ഇൻഫർമേഷൻ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ചുള്ള സെറ്റിംഗ്സുകളോട് കൂടി ആംബുലൻസ് അവർക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പൊ എമർജൻസി ടൈപ്പ്, ഏത് ടൈപ്പിലുള്ള എമർജൻസി ആണ്, അതുപോലെ എത്ര പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, നിലവിൽ ഇപ്പോ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ദ കോളർ നെയിം ആൻഡ് ദ കോണ്ടാക്ട് നമ്പർ ഓഫ് ഫോർ ലൊക്കേഷൻ ഗൈഡൻസ് ഇഫ് നീഡഡ്. അതുപോലെ വിളിക്കുന്ന ആ കോളറിന്റെ പേര് പറയണം. ഞാനാണ്, നമ്മളാണ് വിളിക്കുന്നതെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കോണ്ടാക്ട് നമ്പർ അവർക്ക് കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ആ വരുന്ന സമയത്ത് ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾ, ചിലവർക്ക് വരുന്ന വഴി ചിലപ്പോൾ വഴിയൊക്കെ മാറിപ്പോകും അല്ലെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടാതെ വരികയാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് കൃത്യമായിട്ട് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിനാണ് ഇവര് നമ്മുടെ പേരും നമ്മുടെ ആ ഒരു ഫോൺ നമ്പറും മേടിച്ച് വെക്കുന്നത്. അപ്പൊ അതും നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില ബേസിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആര് മനസ്സിലാക്കിയിരിക്കണം? ആ വിളിച്ചു പറയുന്ന ആ ഒരു കോളർ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഏത് കൃത്യമായിട്ടുള്ള ആ സ്ഥലം പറഞ്ഞു കൊടുക്കണം. ലാൻഡ്മാർക്കോട് കൂടി കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ആ ഒരു എത്ര പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെയാണ് അവരുടെ ആ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഏത് തരത്തിലുള്ള എമർജൻസി ആണ് ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ആ വിളിക്കുന്ന കോളറുടെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറുകളും പ്രൊവൈഡ് ചെയ്യുക. കൃത്യമായിട്ട് ആ ലൊക്കേഷനിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നമ്പർ. അപ്പൊ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറിൽ വിളിച്ച് അവരോട് ചോദിക്കാലോ, കൃത്യമായിട്ട് എവിടെയാണോ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ നിർദ്ദേശപ്രകാരം അവർക്ക് എക്സാക്ട് ലൊക്കേഷനിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ അത്? Okay, next okay. Emergency help sent through this process is expected to reach the site of the emergency in average of 18 minutes. നമ്മൾ ഇങ്ങനെ ഒരു എമർജൻസി ഹെൽപ്പ് അവരോട് പറയാണ്, ആ ഒരു എമർജൻസി ഹെൽപ്പ് അല്ലെങ്കിൽ ആംബുലൻസിന്റെ സഹായം നമുക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ആവറേജ് 18 മിനിറ്റിനുള്ളിൽ ഈ ഒരു സൈറ്റിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഒരു ആവറേജ് ഒരു 18 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സേവനം നമുക്ക് ലഭ്യമാകേണ്ടതാണ്. കാരണം എന്താ, ഇവിടെ എമർജൻസി കണ്ടീഷനിൽ ഒരു ആംബുലൻസ് നമുക്ക് ആ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ല നമ്മൾ വിളിക്കുന്നത്. ഒത്തിരി സമയം ലാഗ് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ആവറേജ് 18 മിനിറ്റ്സിനുള്ളിൽ ഈ ഒരു സേവനം നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. Then pre-hospital care will be given to patients who are transported to the nearest hospital. അതുപോലെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസിനെ എത്തുന്ന സമയത്തിനുള്ളിൽ, അതിന് മുൻപ് വരെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് നമുക്ക് ആ ഒരു ആംബുലൻസിൽ വെച്ച് പ്രീ ഹോസ്പിറ്റൽ കെയർ, ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. സർവീസ് ജനറലി ഫ്രീ ടു പേഷ്യൻസ്. ആളുകൾക്ക് എങ്ങനെയാണ് ആ സർവീസ് കൊടുക്കുന്നത്? ഫ്രീ ആയിട്ടാണ് പേഷ്യൻസിന് അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു സേവനം, ആംബുലൻസിന്റെ ഇങ്ങനെയുള്ള 108 സേവനം ഫ്രീ ആയിട്ടാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് 18 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു സേവനം ലഭ്യമാകണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് ആ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് നമുക്ക് മെഡിക്കൽ കെയറുകൾ ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഈ എല്ലാ സേവനവും, ഈ 108 വിളിച്ചുള്ള എല്ലാ സേവനവും നമുക്ക് ഫ്രീ ആയിരിക്കും, പേഷ്യൻസിന് ഫ്രീ ആയിരിക്കും. Then 108 is generally by the EMRI. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കട്ടോ. EMRI, that is Emergency Management and Research Institute. Emergency Management and Research Institute across more than 10 states in India. ഇന്ത്യയിലെ 10 സ്റ്റേറ്റ്സിൽ കൂടുതൽ ഈ ഒരു എമർജൻസി മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ EMRIയുടെ കീഴിൽ വരുന്ന ഈ 108 എന്ന് പറയുന്ന ഒരു ആംബുലൻസ് സേവനം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു 10ൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ EMRIയുടെ കീഴിൽ, അതായത് എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ വരുന്ന ഈ 108 എന്ന് പറയുന്ന സേവനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡ്യൂറിങ് ആൻ എമർജൻസി സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ to know what to do might save someone's life. അല്ലെ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്നാലല്ലേ ഇപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമല്ലേ ചിലപ്പോൾ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഏതൊരു വ്യക്തിയും ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം വേണം, അല്ലെ? എന്നാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഒരു അവസരോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലം ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ജീവൻ വരെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. Then here are few tips. ഇനി ഇവിടെ പറയുന്ന കുറച്ച് ടിപ്പുകളാണ്. എന്തിനു വേണ്ടിയിട്ടാ? On what you should tell the emergency dispatcher while calling for an ambulance. ഇപ്പൊ എമർജൻസിയുമായി ബന്ധപ്പെട്ട അവർ അവിടെ നിന്ന് അറിയിപ്പ് ചെയ്യും. അതായത് ആ എമർജൻസി ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എമർജൻസിയിൽ അറിയിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആ ഒരു വർത്തമാനം നമ്മുടെ ആ ഒരു എമർജൻസിയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവരോട് നമ്മൾ വിളിക്കുന്ന സമയത്ത്, ഇവിടെ കോളർ വിളിക്കുന്ന സമയത്ത് കുറച്ച് ടിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കും.
ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വെച്ചിട്ട് വേണം അവരെ വിളിക്കാനായിട്ട്. കോളർ ഫോർ എ ആംബുലൻസിന് വേണ്ടി വിളിക്കാനായിട്ട്. അപ്പൊ അതാണ് ടിപ്പുകളാണ് പറയുന്നത്, കോളർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കി, become and tell the emergency operator the details of the type of emergency. നമ്മൾ ആദ്യം എന്തായിരിക്കണം, വിളിക്കുന്ന കോളർ എങ്ങനെയായിരിക്കും, കാം ആയിരിക്കണം, ശാന്തമായിരിക്കണം. അല്ലാതെ ടെൻഷനൊക്കെ അടിച്ചുകൊണ്ട് നമ്മള് അവരെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് അവർക്ക് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ഇല്ല അല്ലെ. അപ്പൊ അവർക്കും ക്ലിയർ ആവില്ല, നമ്മൾ പറയുന്നത് നമുക്കും ക്ലിയർ ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിക്കാം, എപ്പോഴും ശാന്തമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആക്കി കുറച്ചും കൂടി റിലാക്സ് ആയി നിന്നുകൊണ്ടായിരിക്കണം ആ കോള് വിളിക്കേണ്ടത്. അപ്പൊ ആ കോളർ എന്ത് ചെയ്യണം, എന്നിട്ട് ആ ഒരു എമർജൻസി ഓപ്പറേറ്ററിന്റെ അടുത്ത് ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണ് അവിടെ വേണ്ടത്, ഏത് തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻ ആണ്, ഏത് ടൈപ്പാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നതെന്ന് വളരെ ശാന്തമായി അവരോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ പറയുക. രണ്ടാമത് എന്താ പറഞ്ഞേ, യു വിൽ ബി ഡിമാൻഡഡ് ടു ടെൽ ഹിം ഓർ ഹർ ദ അഡ്രസ് ടു വേർ ദ ആംബുലൻസ് ഷുഡ് റീച്ച്, ദാറ്റ് ഇൻക്ലൂഡ് പോസ്റ്റൽ കോഡ്. അതുപോലെ തന്നെ അവരോട് ആവശ്യപ്പെടേണ്ടത് എന്താണ്, ഏത് സ്ഥലത്താണ്, അതായത് ഇപ്പൊ ഒരു പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ ആ കൃത്യമായിട്ട് എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ എമർജൻസി ആംബുലൻസ് വരേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥലം, അതിന്റെ ആ ഒരു അഡ്രസ് പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ അവരോട് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുത്ത് ആംബുലൻസ് വരാനായിട്ട് ആവശ്യപ്പെടുക. അതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്. തേർഡ് വൺ നോക്കിയേ, യുവർ ഫോൺ നമ്പർ മേ ഓൾസോ ബി ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ആരായുക. ഫോർ ഇൻ കേസ് ദ ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോണ്ടാക്ട് യു ഫോർ ഡയറക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അവരുടെ നമ്മുടെ ഫോൺ നമ്പർ എന്ത് ചെയ്യുക, അവര് ആരായുകയാണെങ്കിൽ അവർ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ പേരൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്, ആ എമർജൻസി ഓപ്പറേറ്ററിന് ആ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ, ആ വരുന്ന സ്ഥലത്തേക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ആ ഫോൺ നമ്പർ പേരൊക്കെ ആരായുന്നത്. Then he or she will need the patient's age, sex and any medical history you might recollect. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വ്യക്തിക്കാണ്, ഇപ്പൊ നമ്മുടെ വീടുകളിലോ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കാണ് ഇങ്ങനെയുള്ള സംഭവം, ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ വന്നിരിക്കുന്നതെങ്കിൽ ആ ആളുടെ പേഷ്യന്റിന്റെ ഏജ്, വയസ്സ് എത്രയാണെന്ന്, അതുപോലെ അവരുടെ ആ ഒരു സെക്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ അവർക്ക് എന്തെങ്കിലും മുൻപ് മറ്റെന്തെങ്കിലും ഇപ്പൊ ഹാർട്ട് അറ്റാക്കോ കാര്യങ്ങളോ ആണ്, പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും വയ്യായ്കളാണ് വന്നിരിക്കുന്നെങ്കിൽ അവർ ഓൾറെഡി എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റീകളക്ട് ചെയ്ത് നമ്മളൊന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് ആ ഒരു ഇൻഫർമേഷൻസ് അവരോട് പാസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ആംബുലൻസ് ടൈപ്പും അതിനനുസരിച്ച് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ക്രൂ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ലാസ്റ്റ് നോക്കി, ദ ഓപ്പറേറ്റർ വിൽ ഓൾസോ നീഡ് ടു നോ ഇഫ് ദ പേഴ്സൺ ഈസ് ബ്ലീഡിംഗ്. അതുപോലെ തന്നെ ആ ആക്സിഡന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രോസ് പ്രോബ്ലം ഉള്ള പേഷ്യൻസിന് എന്തെങ്കിലും ബ്ലീഡിങ്ങുകൾ ഉണ്ടോ, അതുപോലെ he or she is conscious, അവർ ബോധാവസ്ഥയിൽ തന്നെയാണോ അബോധാവസ്ഥയിലല്ലല്ലോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഹാസ് ചെസ്റ്റ് പെയിൻ, അതുപോലെ അവർക്ക് ചെസ്റ്റ് പെയിനുകൾ അനുഭവപ്പെടുന്നുണ്ടോ, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിനനുസരിച്ചുള്ള സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസ് ആ ഒരു സ്ഥലത്തേക്ക് അവർക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ, അവർക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഇല്ല എന്നുള്ളതോ, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ, എന്തെങ്കിലും രീതിയിലുള്ള കോൺഷ്യസ് ആണോ, ഒരു ബോധാവസ്ഥയിൽ തന്നെയാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബ്ലീഡിങ്ങുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഓപ്പറേറ്ററിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലാസ്റ്റ് 6th പോയിന്റ് ആണ്, യു വിൽ ഓൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ക്ലിയർ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി ഓർ എമർജൻസി ആൻഡ് വാട്ട് കോസ് ദ ഇൻസിഡന്റ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആ കൃത്യമായിട്ട് ആ പരിക്കേറ്റവരുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള പരിക്കാണ് ഏറ്റിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് എമർജൻസി സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത് എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ അവരോട് പറഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യപ്പെടുക. ആൻഡ് വാട്ട് കോസ് ദ ഇൻസിഡന്റ്, എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്, ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് വഴി തന്നെയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസണുകൾ മൂലമാണോ ആ ഒരു സംഭവം ഉണ്ടാവാൻ ഇടയായിട്ടുള്ള ഒരു കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കേണ്ട ടിപ്പുകളാണ്, ആ കോള് ചെയ്യുന്ന കോളർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് പറഞ്ഞ ഒരു കുറച്ച് ശാന്തമായിട്ടിരിക്കുക, കുറച്ച് കാമായിട്ട് റിലാക്സ് ആയിട്ട് വേണം ആ കോള് വിളിക്കാനായിട്ട്. ടെൻഷൻ ഒന്നും അടിക്കാതെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കണം വിളിക്കേണ്ടത്. അതുപോലെ ആ ഒരു ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയത്ത് എമർജൻസി ടൈപ്പ് ചെയ്താന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള കറക്റ്റ് അഡ്രസ്
പോസ്റ്റൽ കോഡ് അടക്കം കൃത്യമായിട്ടുള്ള അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ആംബുലൻസിൽ ആ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ, അതുപോലെ ആ വിളിക്കുന്ന ആളുടെ ഫോൺ നമ്പർ, പേരുകളൊക്കെ അവർ ആരായിരിക്കുകയാണെങ്കിൽ കൊടുക്കുക. അത് എന്തിനു വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ചോദിച്ച് ആ കറക്റ്റ് സ്ഥലത്തേക്ക് ഉടനടി എത്താൻ വേണ്ടിയിട്ട് കൂടിയാണ്. നെക്സ്റ്റ് ഫോർത്ത് പറഞ്ഞത് എന്താണ്, നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻപ് എന്തെങ്കിലും വയ്യായികളോ അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ ഏജ് ഏകദേശം എത്ര ഏജ് വരും, അവരുടെ സെക്സ് എന്താണ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കുക. അതുപോലെ ഫിഫ്ത്ത് പോയിന്റ് എന്താ പറയുന്നത്, ഓപ്പറേറ്ററിനെ വിളിക്കുന്ന സമയത്ത് അവരോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം, ആ പേഷ്യന്റിന് നിലവിൽ ഇപ്പം ബ്ലീഡിംഗ് ഉണ്ടോ, എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ, അതുപോലെ അവർ കോൺഷ്യസ് ആണോ, ബോധാവസ്ഥയിൽ തന്നെയാണോ, ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിന് സജ്ജമായിട്ടുള്ള ആംബുലൻസുകൾ അവർക്ക് അവിടെ നിന്ന് അയക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയ കാര്യങ്ങളാണോ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു സംഭവം നടക്കാനിടയായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളും അറിയാമെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു ഏകദേശം ആ ഒരു ആംബുലൻസ് ഓപ്പറേറ്റേഴ്സ് 108ലേക്ക് വിളിക്കുന്ന ആ ഒരു സ്ഥലത്തുള്ളവർക്ക് ആ ഓപ്പറേറ്ററിന് കാര്യമായിട്ട് ആ ഒരു എമർജൻസിയെ പറ്റി ഒരു ഏകദേശ രൂപം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള രൂപം ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിനനുസരിച്ചാണ് അവര് എമർജൻസി ആംബുലൻസുകൾ ഏത് ടൈപ്പ് അവിടേക്ക് വിടണം അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ ക്രൂ വേണം എന്നൊക്കെ തീരുമാനിച്ച് ആ ഒരു സ്ഥലത്തേക്ക് ഉടനടി തന്നെ വിടുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ആ ഒരു എമർജൻസി 108ന്റെ എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ അത്? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മളാണെന്ന് വിളിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ കിട്ടും കേട്ടോ. അപ്പൊ നമ്മളാണ് ഇപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ഒരു 108ലേക്ക് വിളിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഇൻഫർമേഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മുടെ ആ ഒരു എമർജൻസി 108 എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ ക്രൂവിനെ പറ്റി. ഈ ക്രൂവോട് കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ ക്രൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആ ഒരു എമർജൻസി ആംബുലൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ജീവനക്കാരും ക്രൂവിൽ ഉൾപ്പെടാം. അപ്പൊ ആരൊക്കെ വരും? ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള് മുതൽ ഒരു ഡോക്ടറുടെ ലെവലിൽ വരുന്ന ആളുകൾ വരെ ഈ ഒരു ബോർഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതില് ആംബുലൻസ് വരുമ്പോ ആംബുലൻസിൽ എപ്പോഴും പ്രധാനമായിട്ടും എല്ലാ ആംബുലൻസുകളും വേണ്ടത് ആരൊക്കെയാ വേണ്ടത്? ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആംബുലൻസിനെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ പറഞ്ഞേ. ജസ്റ്റ് നമുക്കൊന്ന് ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് പറഞ്ഞേ, ആരൊക്കെ വേണം? ആദ്യം ആംബുലൻസിന് ഡ്രൈവർ വേണം, വേണ്ടേ? അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ആരെങ്കിലും വേണ്ടേ? അല്ലാതെ പോവോ മുന്നോട്ട്? അപ്പൊ ആദ്യം വേണ്ടത് ആരാണ്? ഒരു ആംബുലൻസ് ഡ്രൈവർ വേണം അല്ലെ? അതുകൂടാതെ ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് മറ്റൊരു സ്റ്റാഫും കൂടി വേണ്ടി വരും അല്ലെ? ഏതൊരു ആംബുലൻസിനും മിനിമം 2 ജീവനക്കാരെങ്കിലും ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമതായിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ആംബുലൻസ് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ആംബുലൻസ്, അർജന്റ് കെയർ ഒന്നും ഇല്ലെങ്കിൽ പോലും 2 സ്റ്റാഫ് മിനിമം ഉണ്ടായിരിക്കും. ഒന്ന് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളും ഉണ്ടായിരിക്കും, ഒന്ന് അതിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ഡ്രൈവറും ഉണ്ടായിരിക്കും. 2 പേരും മസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഓരോ കെയർ അനുസരിച്ച് ഓരോ പേഷ്യൻസിന്റെ ക്രിട്ടിക്കൽ കേസുകൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കേണ്ട മെഡിക്കൽ കെയറുകൾ അനുസരിച്ച് ആളുകൾ എന്ത് ചെയ്യും, ആ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ക്രൂവിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ പഠിച്ച ചാപ്റ്ററുകളിൽ നിന്ന് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാം? ബുദ്ധിമുട്ടാണോ? ആണെന്നാണോ അല്ലെന്നാണോ പറയുന്നത്? അല്ല, ഓക്കെ. അപ്പൊ മനസ്സിലാക്കി വെച്ച് പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിച്ചു വെച്ചേക്കാട്ടോ. ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് കുറച്ചൊക്കെ നമുക്ക് പഠിച്ചു വെച്ചേക്കാം. എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നില്ല കേട്ടോ. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സ് ഇപ്പൊ ഞാൻ ഏതൊക്കെ ചാപ്റ്റർ എടുത്തേന്ന് ഓർമ്മയുണ്ടല്ലോ? ഏതൊക്കെ എടുത്തേ ഒന്ന് പറഞ്ഞേ. മ്യൂട്ട് മാറ്റിയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ ചാപ്റ്റർ എടുത്തേ? ഓർമ്മയുണ്ടോ?
ഇൻട്രൊഡക്ഷൻ എടുത്ത് ഹോസ്പിറ്റൽ ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്ക് എടുത്തു. പിന്നെ ഏതെടുത്ത്? ലോണ്ടറി. ലോണ്ടറി പക്ഷെ നിങ്ങൾക്ക് പേപ്പർ വൈസ് വരുമ്പോ നെക്സ്റ്റ് 4th പേപ്പറിലേക്ക് പോയില്ലേ, 4th പേപ്പറിലേക്ക് ആയില്ലേ. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റും സെക്കൻഡും മോഡ്യൂൾ എക്സാം പറഞ്ഞ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമില് ലോണ്ടറി മിക്കവാറും ഉണ്ടാവില്ല. പേപ്പർ 1, 2 വെച്ചല്ലേ നിങ്ങൾക്ക് എക്സാം ഇടുന്നത്. പേപ്പർ 1, 2 ലോണ്ടറി ഉണ്ടാവില്ല. അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. ലോണ്ടറി പേപ്പർ 4 തോന്നുന്നു, പേപ്പർ 4 വരുന്നത്. അപ്പോ പേപ്പർ 1 2 ചാപ്റ്ററുകളാണ് നിങ്ങൾ മെയിൻ ആയിട്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അത് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരും കേട്ടോ, ഏതൊക്കെ ചാപ്റ്ററുകളാണ് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഡ്യൂട്ടിയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ചാപ്റ്റർ ഏതൊക്കെയാ പറഞ്ഞോ? എക്സാമിന്റെ ഡേറ്റ് നമുക്ക് കൺഫേം ആയിട്ട് ഒഫീഷ്യലായിട്ട് നിങ്ങൾ അറിയിക്കും കേട്ടോ. അപ്പൊ ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ആവുന്നത് ഏതൊക്കെയാണെന്നുള്ളതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നിരിക്കും. അതിന് മുമ്പേ ഓൾറെഡി നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് കുറച്ച് ദിവസം ലീവ് പഠിക്കാനൊക്കെ സമയമൊക്കെ ഉണ്ടാവും. അതിന് മുൻപ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണത് ഓരോ ടീച്ചേഴ്സും ഏതൊക്കെ ചാപ്റ്ററുകൾ എടുത്തു, ഏതൊക്കെ കംപ്ലീറ്റ് ആയി, നിലവിൽ ഏതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എക്സാമിന്റെ സമയത്ത് ഞങ്ങളെ വിളിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ ഇന്ന ചാപ്റ്ററുകൾ എടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ടീച്ചേഴ്സും ഏതൊക്കെ എടുത്തിരിക്കുന്നത്, ഇനി ഏതൊക്കെ കംപ്ലീറ്റ് ആവാനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഹിസ്റ്ററി, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എടുത്തു, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എടുത്തു, ബ്ലഡ് ബാങ്ക് എടുത്തു അല്ലെ, റേഡിയോളജി, ഡയറ്ററി സർവീസ് എടുത്തു, ഡയാലിസിസ് എടുത്തു, ഏതാ പറഞ്ഞ മോർച്ചറി എടുത്തു, പിന്നെ ഏതാ അടുത്ത ആംബുലൻസ് സർവീസ് എടുത്തുകൊണ്ടിരിക്കുന്നു, പിന്നെ CSSD എടുത്തു. ഇത്രയും ചാപ്റ്റർ നമുക്ക് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഇതിൽ തന്നെയല്ലേ എക്സാം വരിക? അപ്പൊ നമ്മള് പുറത്ത് പോയാൽ നമുക്ക് അത് അവിടുന്ന് കിട്ടുമോ? ക്ലിയർ ആയില്ല എനിക്ക് ക്വസ്റ്റ്യൻ. നമ്മളെ പുറത്ത് പോയി കഴിഞ്ഞാലേ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാകുമ്പോ നമുക്ക് എക്സാം എഴുതിക്കൂടെ? സ്റ്റേറ്റിന് പുറത്തേക്ക് പോകുന്ന കാര്യമാണോ ചോദിക്കുന്നത് തോയ്ബ? അതെ. പുറത്ത് പോയാലും നമുക്ക് ഇമെയിൽ ഐ ഡി വെച്ച് കയറാലോ. നമ്മൾ ഓൺലൈൻ ആയിട്ടല്ലേ ചെയ്യുന്നേ. എവിടെ നിന്നാലും നമുക്ക് നെറ്റ് വഴിയല്ലേ കയറുന്നത്. അപ്പൊ പിന്നെ പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ. അതല്ല, അപ്പൊ അതിന്റെ എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോളൂ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഇൻഫർമേഷൻസ് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇന്ന് എടുത്തത് വരെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി റൂമിൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ ക്ലാസ്. താങ്ക് യു. Okay, thank you, Miss.